Hello everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡിംഗ് ഗൈഡ് ലൈൻ ക്വിസ് ആണ്. ദാറ്റ് ഈസ് കോഡിംഗ് ഗൈഡ് ലൈൻസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So first one, the excludes one not means, that is not coded here. It represents a pure exclusion. The two conditions cannot occur together and should not be coded together because the excluded condition is considered a separate and distinct condition that is not supposed to be coded with the main condition. So excludes one എന്നുള്ള നോട്ട് കണ്ടാൽ not coded here എന്നാണ് അതിൻ്റെ മീനിങ്. That is two conditions excludes each other എന്നാണ് പറയുന്നത്. അതായത് ഒരു കണ്ടീഷൻ്റെ അല്ലെങ്കിൽ ഒരു കോഡിൻ്റെ താഴെ എക്സ്ക്ലൂഡ്സ് വൺ നോട്ടിലുള്ള കണ്ടീഷൻസ് നമ്മൾ ആ ഒരു കോഡിൻ്റെ കൂടെ എക്സ്ക്ലൂഡഡ് ആണ്, നമ്മൾ കോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ടു കണ്ടീഷൻസ് ഷുഡ് നെവർ ബി കോഡഡ് ടുഗെദർ. Second one, the excludes two not represents a condition that is not part of the condition it is excluded from, but the patient may have both conditions at the same time. Excludes two equals not included here but may be reported together. It helps coders know that the two conditions are separate but may coexist in the same patient. So excludes two നോട്ട് കാണുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ കോഡ് ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു കണ്ടീഷനിൽ നിന്നും കോഎക്സിസ്റ്റ് ചെയ്യാം. ബട്ട് ഇവിടെ ഈ ഒരു കണ്ടീഷൻ, അതായത് എക്സ്ക്ലൂഡ്സ് ടൂവിലുള്ള കണ്ടീഷൻ ഇവിടെ പാർട്ടല്ല, എക്സ്ക്ലൂഡഡ് ആണ്. ബട്ട് പേഷ്യൻറ്റിന് ബോത്ത് കണ്ടീഷൻസും സെയിം ടൈമിൽ ഉണ്ടാവാം. ഓക്കെ, സോ എക്സ്ക്ലൂഡ്സ് ടു എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻക്ലൂഡഡ് ഹിയർ ബട്ട് മേ ബി റിപ്പോർട്ടഡ് ടുഗെദർ ഇഫ് നെസസറി ആണ്. അപ്പോൾ ഒരു പേഷ്യൻറ്റിൽ ഈ രണ്ട് കണ്ടീഷനും കോഎക്സിസ്റ്റ് ചെയ്യാം, ബട്ട് ഇവിടെ അത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് എക്സ്ക്ലൂഡ്സ് ടു റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ ഇസ് ദ നോട്ട് ഇൻക്ലൂഡ്സ്. ഇൻക്ലൂഡ്സിൽ വരുന്നത് ഡിഫൈൻസ് ആൻഡ് ഓർ ഗീവ്സ് എക്സാമ്പിൾസ് ഓഫ് ദി കണ്ടൻറ് ഓഫ് എ പെർട്ടിക്കുലർ കാറ്റഗറി. സോ ഇൻക്ലൂഡ് നോട്ടിൽ ഉണ്ടാവുന്നത് എയ്തർ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആവാം. സോ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡ്സ് നോട്ടിൽ ഉണ്ടാവുക. Fourth one, the code first not means you must code the underlying condition first before this code. It is used when a code is not to be used as the primary diagnosis. Instead, it may be sequenced after the main condition that caused it. So code first എന്ന് കാണുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു കോഡിൻ്റെ താഴെ കോഡ് ഫസ്റ്റ് ദിസ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു കോഡ് ഫസ്റ്റിലുള്ള കണ്ടീഷൻ ആയിരിക്കണം ഫസ്റ്റ് പ്രൈമറി കോഡായിട്ട് കൊടുക്കേണ്ടത്. ആൻഡ് കോഡ് ഡിസ്ക്രിപ്ഷനിലുള്ള കണ്ടീഷൻ സെക്കൻഡറി ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ കോഡ് ഫസ്റ്റ് ആയിരിക്കണം, ഫസ്റ്റ് പ്രൈമറി കോഡ്, അത് കഴിഞ്ഞിട്ടായിരിക്കണം സെക്കൻഡറി കോഡായിട്ടായിരിക്കണം ഇവിടെ കൊടുത്തിട്ടുള്ള കോഡ് കൊടുക്കേണ്ടത്. One, the use additional code. You should assign an additional code to provide more information such as the underlying condition, associated manifestation or external causes. It tells you that another code is needed to give a fuller picture of the diagnosis. So use additional code എന്ന് കാണുകയാണെങ്കിൽ അഡീഷണലി നമ്മൾ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോസസിനൊക്കെ അഡീഷണൽ കോഡ് കൂടി കൊടുക്കുക ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഫുൾ പിക്ചർ ഓഫ് ദി ഡയഗ്നോസിസ് എന്നാണ് യൂസ് അഡീഷണൽ കോഡിൻ്റെ മീനിങ് വരുന്നത്. അതായത് എക്സ്ട്രാ ഒരു കോഡ് കൂടി അല്ലെങ്കിൽ എക്സ്ട്രാ എത്ര മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കോഡുകൾ കൂടി കൊടുക്കുക എന്നുള്ളതാണ് യൂസ് അഡീഷണൽ കോഡ് മീൻ ചെയ്യുന്നത്. സിക്സ്ത് വൺ, പാരാന്തസിസ് ആർ non-essential modifiers. These are supplementary words or phrases that help describe the condition but do not affect the code assignment. സോ പാരാന്തസിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള മോഡിഫയേഴ്സ് ആയിരിക്കും. അതായത് ഒരു കണ്ടീഷൻ്റെ വേറൊരു പേര് സപ്ലിമെൻ്ററി ആയിട്ടുള്ള വേർഡോ ഫ്രേസസോ ഒക്കെ ആയിരിക്കും ആ ഒരു പാരാന്തസിസിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവുക. അത് നമ്മളുടെ കോഡിൽ ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. ഓക്കെ, ദാറ്റ് ഡു നോട്ട് അഫക്റ്റ് ദി കോഡ് അസൈൻമെൻ്റ് ആണ്. നമ്മൾ ആ ഒരു കോഡ് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്താലും
അവിടെ ആ ഒരു പാരാന്തസിസിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഈ കോഡ് ഡിസ്ക്രിപ്ഷനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നതല്ല. ദേ ആർ നോൺ എസെൻഷ്യൽ മോഡിഫയേഴ്സ്. 7th one, brackets enclose all synonyms, alternative wordings or explanatory phrases in ICD-10 brackets equals synonyms or explanation. So brackets എന്ന് പറയുന്നത് ICD-യിൽ സിനോണിംസ്, ഓൾട്ടർനേറ്റീവ് വേർഡിങ്സ്, എക്സ്പ്ലനേറ്ററി ഫ്രേസസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്രാക്കറ്റുകളിലായിരിക്കും. അതായത് ആ ഒരു കണ്ടീഷൻ്റെ സിനോണിംസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനൊക്കെ ആയിരിക്കും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. Question number 8. The point dash appears to signal to the coder that additional characters are required to complete the code. Point dash equals code is incomplete and needs more characters. So point dash അതായത് ഇപ്പോൾ ഒരു കോഡിൻ്റെ ലാസ്റ്റിൽ ഒരു പോയിൻറ്റും ഡാഷും കാണുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് അഡീഷണൽ ക്യാരക്ടേഴ്സ് വേണം ആ ഒരു കോഡ് കംപ്ലീറ്റ് കോഡ് ആവണമെങ്കിൽ എന്നുള്ളതാണ്. So point dash represent ചെയ്യുന്നത് code is incomplete, we need to add more characters to complete the code എന്നാണ് point dash കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next 9. In ICD-10 dash is used as a placeholder at certain codes to allow for future expansion, and the answer is X. X is placeholder character which is used to fill in empty characters when a code requires a 7th character extension and also maintain the correct code structure. So ICD-10 നമ്മൾ എക്സ് എന്നുള്ള ഒരു പ്ലേസ് ഹോൾഡർ ക്യാരക്ടർ യൂസ് ചെയ്യും ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ദാറ്റ് ഇസ് സർട്ടൻ കോഡുകളിൽ നമുക്ക് 7 ക്യാരക്ടേഴ്സ് വേണം എന്നുണ്ടാവും. ബട്ട് അതിന് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 7 ക്യാരക്ടേഴ്സ് ഉള്ള കോഡ് അവൈലബിൾ ആയിരിക്കില്ല. ബിക്കോസ് ആ ഒരു കോഡ് അത്രയും എക്സ്പാൻഡഡ് ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് 5th 6th ക്യാരക്ടേഴ്സ് ഇല്ല അല്ലെങ്കിൽ 6th ക്യാരക്ടർ ഇല്ല എങ്കിൽ ആ ഒരു പ്ലേസിൽ നമുക്ക് എക്സ് എന്നുള്ള പ്ലേസ് ഹോൾഡർ കൊടുക്കാൻ പറ്റും. വിച്ച് മീൻസ് ദാറ്റ് ഫ്യൂച്ചറിൽ ഇപ്പോൾ എക്സ്പാൻഷൻ വരുമ്പോൾ എക്സ് മാറ്റിയിട്ട് അവിടെ ഏത് ക്യാരക്ടറാണോ വരിക അതിനുള്ള സ്പേസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ കോഡിനൊരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേസ് ഹോൾഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. So 10th one, non-essential modifiers appear in the alphabetical index within parenthesis. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോൺ എസെൻഷ്യൽ മോഡിഫയേഴ്സ് ആണ് പാരാന്തസിസിലുള്ളത്. സോ ദീസ് മോഡിഫയേഴ്സ് പ്രൊവൈഡ് അഡീഷണൽ ഡീറ്റെയിൽ ബട്ട് ഡു നോട്ട് അഫക്റ്റ് ദി കോഡ് അസൈൻമെൻ്റ് ആണ്. Next 11, a code listed next to the main term in the ICD-10 alphabetic index is referred to as dash code and it is a default code. So default code is a code which is listed next to the main term and it represents the condition most commonly associated with that term or the unspecified version of the condition. So default code എന്ന് പറയുന്നത് the code which is listed next to the main term ആണ്. ആൻഡ് ഓൾസോ നമുക്ക് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കോഡുകളെയാണ് നമ്മൾ ഡിഫോൾട്ട് കോഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഫോർ എ കണ്ടീഷൻ വിത്ത് മോർ ദാൻ 1 ടൈപ്പ്. അതായത് ഇപ്പോൾ ഒരു ഡയബറ്റീസ് മെലിറ്റസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 1 ടൈപ്പ് 2 അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് അൺസ്പെസിഫൈഡ് ആണ് ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ് പേഷ്യൻറ്റിനുള്ളത് എന്ന് നമുക്ക് അൺസ്പെസിഫൈഡ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഏതാണ്? ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. സോ നമ്മൾ ടൈപ്പ് 2 ആണ് ഡിഫോൾട്ട് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ. ടൈപ്പ് 1 എന്ന് പറയുന്നത് ജുവനൈലാണ്, അത് റെയർ ആണ്. അപ്പോൾ ജുവനൈൽ ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കോഡ് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മൾ വി അസ്യൂം ദാറ്റ് ടൈപ്പ് 2 ഇസ് ദി കണ്ടീഷൻ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ടൈപ്പ് 2 ആണ്. ബിക്കോസ് അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. സോ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ്? ഒരു ഡിഫോൾട്ട് കോഡാണ്. That is, in case of diabetes mellitus, when type is not mentioned, we know that we have 2 types of diabetes mellitus, type 1 and type 2. We consider type 2 as the default one because it is the most common condition. So default code means which is the most common condition, commonly associated condition when it is unspecified.
Question number 12. A chronological list of codes divided into chapters based on body systems or conditions is known as the dash list, and it is the tabular list. So in tabular list, it is organized by code and body system or conditions, and it provides complete code description, notes and instructions for proper coding. So alphabetic indexil നമുക്കൊരു കണ്ടീഷനും അതിൻ്റെ കോഡും തന്നിട്ടുണ്ടാവും. ബട്ട് അത് കംപ്ലീറ്റ് കോഡാണോ, അതിൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് സ്കോപ്പ് ഉണ്ടോ, 7 ക്യാരക്ടേഴ്സ് ഉണ്ടോ, അഡീഷണൽ കോഡ് വേണോ, ഫസ്റ്റ് കോഡാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണമെങ്കിൽ നമ്മൾ ടാബുലാർ ലിസ്റ്റിൽ നോക്കണം. സോ ടാബുലാർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോഡിൻ്റെ ഒരു ക്രോണോളജിക്കൽ ലിസ്റ്റിൽ ഓർഡറിൽ കൊടുത്തേക്കാണ്. ഓൾസോ ബോഡി സിസ്റ്റം അതുപോലെ കണ്ടീഷൻസും അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 13. The dash for the ICD-10 are the general rules for use of the classification independent of guidelines. So dash is the conventions. So the conventions for ICD-10 are the general rules for use of the classification independent of the guidelines. അപ്പോൾ ഗൈഡ്ലൈൻസ് അല്ലാതെ ഉള്ള ജനറൽ റൂൾസിനെ നമ്മൾ കൺവെൻഷൻസ് എന്നാണ് പറയുന്നത്. സോ കൺവെൻഷൻസ് ഈക്വൽസ് ബിൽഡ് ഇൻ റൂൾസ് ആൻഡ് സിംബോൾസ് ഫൗണ്ട് വിത്തിൻ ദി കോഡ് ബുക്ക് ഇറ്റ് സെൽഫ്, ലൈക്ക് ബ്രാക്കറ്റ്, പാരാന്തസിസ്, കോളോൺസ് എക്സെട്ര ദാറ്റ് ഹെൽപ്പ് ഗൈഡ് ആക്യുറേറ്റ് കോഡ് സെലക്ഷൻ. സോ നമുക്ക് ബ്രാക്കറ്റ്സ്, പാരാന്തസിസ്, കോളോൺസ് ഇതിൻ്റെയൊക്കെ യൂസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന റൂൾസൊക്കെയാണ് നമുക്ക് കോഡിംഗ് കൺവെൻഷനിൽ വരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഓൾറെഡി കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്, ഓരോ ചാപ്റ്റർ ബേസ്ഡ് കോഡിംഗ് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അതല്ലാതെ കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻക്ലൂഡ്സ് നോട്ട്സ്, എക്സ്ക്ലൂഡ്സ് നോട്ട്സ്, അതുപോലെ സി ഓൾസോ, അതുപോലെ ബ്രാക്കറ്റ്സ്, പാരാന്തസിസ്, കോളോൺസ്, യൂസ് അഡീഷണൽ കോഡ്, കോഡ് ഫസ്റ്റ് എന്നുള്ളതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ചാപ്റ്ററിനെയും ബേസ് ചെയ്ത് വരുന്ന ജനറൽ ആയിട്ടുള്ള റൂൾസാണ്. Question number 14. The ICD-10 tabular contains categories, dash and codes. So categories, subcategories and codes ആണ്. So categories എന്ന് പറയുന്നത് ഫസ്റ്റ് 3 characters of the code ആണ് കാറ്റഗറി റെപ്രസെൻ്റ് ചെയ്യുന്നത്. സബ് കാറ്റഗറി എന്ന് പറയുന്നത് 4 or 5 characters ഉണ്ടാവും. കോഡ് എന്ന് പറയുന്നത് ഒരു ഫുൾ 3 to 7 character കോഡ്സ് ആണ് നമ്മൾ ICD-യിൽ റിപ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത്. അത് മിനിമം 3, മാക്സിമം 7 characters ആണ് വരിക. Question number 15. For reporting purposes, only codes are permissible, not categories or subcategories, and any applicable dash character is required. So 7th character is required. അതായത് complete code must be used, and if a 7th character is needed, it must be included, often with placeholders like X, to maintain the correct structure. സോ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മിനിമം 3, മാക്സിമം 7 characters എന്ന് പറഞ്ഞു. സോ കാറ്റഗറീസും സബ് കാറ്റഗറീസും അതുപോലെ തന്നെ ഒരു 7 character വേണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എക്സ് എന്നുള്ള പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്ത്, ഇല്ലാത്ത ക്യാരക്ടേഴ്സിന് വേണ്ടി എക്സ് യൂസ് ചെയ്തിട്ട് ഒരു കറക്റ്റ് കോഡിംഗ് സ്ട്രക്ചറിൽ വേണം കോഡുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. Question number 16. The dash abbreviation in the index represents other specified when a specific code is not available for a condition, and the index directs the coder to the other specified code in the tabular. So the abbreviation is NEC, not elsewhere classified. It's used when no specific code exists for the condition. The documentation is more specific than the available codes. So NEC, not elsewhere classified എന്ന് പറയുന്നത് നമുക്ക് ഡോക്ടർ അല്ലെങ്കിൽ പ്രൊവൈഡർ പ്രോപ്പറായിട്ട് ഒരു കണ്ടീഷൻ, ഇതാണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന ടൈപ്പ് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്ത് തന്നു. ബട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോഡ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ അതർ സ്പെസിഫൈഡ് എന്നുള്ള കോഡാണ് എടുക്കുക. ഓക്കെ, ഡോക്ടർ അല്ലെങ്കിൽ പ്രൊവൈഡർ നമുക്ക് അവിടെ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ടൈപ്പോ സ്പെസിഫിക്കേഷനോ തന്നിട്ടുണ്ട്. ബട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോഡ് നമ്മുടെ ടാബുലാർ ലിസ്റ്റിൽ അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ അതർ സ്പെസിഫൈഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. Okay, that is NEC, not elsewhere classified.
Question number 17. The abbreviation dash is the equivalent of unspecified, that is NOS, not otherwise specified. The documentation lacks enough detail to assign a more specific code. ഈ NOS എന്ന് പറയുന്നത് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് അല്ലെങ്കിൽ അൺസ്പെസിഫൈഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഇസ് ഡോക്ടർ നമുക്ക് പ്രോപ്പറായിട്ട് ഇതെന്ത് ടൈപ്പാണ് എന്നൊന്നും സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അൺസ്പെസിഫൈഡ് അല്ലെങ്കിൽ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രൊവൈഡർ ഇനഫ് ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല, സോ നമ്മൾ അൺസ്പെസിഫൈഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിനെയാണ് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്ന് പറയുന്നത്. 18. When the term dash is used in a narrative statement, it represents and or. So the term is and. And equals and or. This means either one or both conditions may be present and the code still applies. So നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആൻഡ് എന്ന് കാണുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നോസിയ ആൻഡ് വൊമിറ്റിംഗ് എന്ന് കാണുകയാണ് കോഡ് ഡിസ്ക്രിപ്ഷനിലെങ്കിൽ, ഈ കോഡ് മീൻസ് എയ്തർ ബോത്ത് ദ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ. അതായത് ഇപ്പോൾ നോസിയ മാത്രമാണെങ്കിലും നമ്മൾ സെയിം കോഡ് തന്നെ കൊടുക്കും, നോസിയ ആൻഡ് വോമിറ്റിംഗ് പേഷ്യൻറ്റിനുണ്ടെങ്കിലും നമുക്ക് സെയിം കോഡ് തന്നെ കൊടുക്കാം. സോ ആൻഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൻഡ് ഓർ ആണ്. അതായത് ആൻഡ് ആയിട്ടും ബോത്ത് ദ കണ്ടീഷൻസും വരാം, അല്ലെങ്കിൽ എയ്തർ വൺ കണ്ടീഷൻ ആയാലും വരാം. സോ ആൻഡ് ഓർ എന്നാണ് മീനിങ് വരുന്നത് ആൻഡിൻ്റെത്. ഓക്കെ, ആൻഡ് എന്ന് കണ്ടാൽ രണ്ട് കണ്ടീഷനും സെയിം കോഡ് തന്നെയാണ്. അതിലിപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമുള്ളെങ്കിലും സെയിം കോഡ് തന്നെ നമ്മൾ കൊടുത്താൽ മതി. 19. Codes titled dash are for use when the information in the medical record is insufficient to assign a more specific code, and the answer is unspecified. Unspecified equals not enough detail documented, used when the provider didn't give specific information or the documentation is unclear or incomplete. So നമ്മൾ അൺസ്പെസിഫൈഡ് എന്ന് പറയുന്നത് when there is no proper detail, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് ഒന്നും ഡോക്യുമെൻറ്റിൽ ഇല്ലാത്തപ്പോൾ നമ്മൾ അൺസ്പെസിഫൈഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. Question number 20. The word with in the alphabetic index is sequenced immediately following the main term or subterm, not in dash order. Alphabetic order ആണ്. So with എന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. So it appears right after the main term or subterm, not alphabetically. This placement means you should look for with entries directly under the main term, even if other terms would normally come first alphabetically. So വിത്ത് എന്ന് പറയുന്നത് നമുക്ക് ആൽഫബറ്റിക് ഓർഡറിലൊന്നും ആയിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു മെയിൻ ടേം ഉണ്ട്, ഒരു മെയിൻ കണ്ടീഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും വിത്ത് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻസിയുടെ അണ്ടറിൽ വിത്ത് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ഡബ്ല്യു നോക്കാൻ നിന്നാൽ അവിടെ വരെയൊന്നും ആവില്ല. അതിന് മുന്നേ തന്നെ വിത്ത് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ നമ്മൾ വിത്ത് എന്നുള്ള ടേം ആൽഫബറ്റിക് ഓർഡറിൽ നോക്കണ്ട, മെയിൻ ടേമിൻ്റെ താഴെ തന്നെ അല്ലെങ്കിൽ ഒരു സബ് ടേം ആയിട്ടൊക്കെ തന്നെ വിത്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതൊരു ആൽഫബറ്റിക് ഓർഡറിലായിരിക്കില്ല, ഡബ്ല്യുവിലായിരിക്കില്ല വിത്ത് എന്നുള്ളത് വരിക. സോ പ്രഗ്നൻസിയുടെ തൊട്ട് താഴെ തന്നെ ചിലപ്പോൾ വിത്ത് വേറൊരു അസോസിയേറ്റഡ് കണ്ടീഷൻ പറയുന്നുണ്ടാവും. Question number 21. A dash instruction following a main term in the alphabetic index indicated that another term should be referenced, and the answer is C. Go look under a different term for the correct code. You must follow a C instruction to find the correct coding path. So നമുക്ക് ആൽഫബറ്റിക് ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു കണ്ടീഷൻ നോക്കുകയാണ്, C എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ അല്ലെങ്കിൽ സി വേറൊരു കണ്ടീഷനും കൂടി കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കോഡും അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. സോ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ, അതായത് ആ സി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് കൂടി പോയി നോക്കിയാലാണ് നമുക്കൊരു കറക്റ്റ് കോഡിങ്ങിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ്.
ഓക്കെ, സോ സി എന്ന് കണ്ടാൽ അവിടെ കൂടി പോയി നോക്കുക എന്നുള്ള മീനിങ് ആണ്. ലുക്ക് ദെയർ ഓൾസോ, അല്ലെങ്കിൽ അവിടെ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് സി എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത്. Question number 22. There are dash types of excludes not. There are two types of excludes not. That is, the first one is excludes one, which indicates that two conditions cannot be reported together. They mutually exclusive ആയിരിക്കും. Excludes two എന്ന് പറഞ്ഞാൽ indicate that the condition excluded is not part of the condition represented by the code, but both codes can be used if both conditions are present. അതായത് ഈ രണ്ട് കോഡും നമുക്ക് ഒരേ ടൈമിൽ യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ അത് ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Number 23. The chord first not instructs the coder to select a chord to represent the etiology that caused the dash manifestation. So chord first equals chord the underlying cause etiology before the effect manifestation. The sequencing ensures the root cause is reported first, following by the resulting condition. അതായത് പേഷ്യൻ്റ് വരുന്നത് സിംറ്റംസ് ഒക്കെ ആയിട്ടായിരിക്കും, ആൻഡ് ഒരു ഡയഗ്നോസിസ് ഒക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മെയിൻ റീസൺ ഫോർ ദി കണ്ടീഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെയിൻ ആയിട്ട് വരികയാണ്, അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു അണ്ടർലൈൻ കോസ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. രണ്ടാമതാണ് നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വേണമെങ്കിൽ കോഡ് ചെയ്യേണ്ടത്. സോ കോഡ് ഫസ്റ്റ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഫസ്റ്റ് എത്തിയോളജി, പിന്നെയാണ് മാനിഫെസ്റ്റേഷൻസ്. അതായത് അണ്ടർലൈൻ കോസ് ആണ് ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്, പിന്നെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ അതിൻ്റെ എഫക്ട്സ് ഒക്കെ കോഡ് ചെയ്യേണ്ടത് ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് നീഡഡ്. ഓക്കെ, അപ്പോൾ ബോത്ത് ഇത് രണ്ടും എൻഷുർ ചെയ്യുന്നത് എന്താണ്, പ്രോപ്പറായിട്ടുള്ള കോഡിംഗ് ആണ്. അതായത് റൂട്ട് കോസ് ഫസ്റ്റ് കോഡ് ചെയ്യുക, പിന്നെയാണ് അത് കാരണം ഉണ്ടായ കണ്ടീഷൻസൊക്കെ കോഡ് ചെയ്യുന്നത്. 24. When an excludes dash not appears under a chord, it is acceptable to use both the chord and the excluded chord together. So excludes 2. Excludes 2 വരുമ്പോൾ both the chords നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ acceptable ആണ്, ബട്ട് ഇവിടെ ഇപ്പോൾ എക്സ്ക്ലൂഡഡ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. So both conditions can be coded if present. This type of note indicates the excluded condition is not part of the listed condition but may coexist. 25. An excludes dash not is used when two conditions cannot be used together. So excludes one not represents two conditions cannot be used together, അല്ലെങ്കിൽ they are mutually exclusive conditions. If both conditions are documented, only one should be coded unless the documentation clearly states they are unrelated. അതായത് ഡോക്യുമെൻറ്റേഷനിൽ അത് അൺറിലേറ്റഡ് കണ്ടീഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ആ രണ്ട് കണ്ടീഷൻസും നമ്മൾ കോഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ദേ ബോത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഇപ്പോൾ നമുക്കൊരു കൺജനൈറ്റൽ കണ്ടീഷനും ഒരു അക്യൂർഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, കൺജനൈറ്റൽ എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ഉള്ളതും, അക്യൂർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ട് അക്യൂർ ചെയ്തതായിരിക്കാം. സോ അങ്ങനെയുള്ള രണ്ട് കണ്ടീഷൻസ് ഒരേ ടൈമിൽ വരില്ല. ദാറ്റ് ഈസ് ബിക്കോസ് എയ്തർ അത് കൺജനൈറ്റലായിട്ട് ബൈ ബർത്ത് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും അക്യൂർ ചെയ്തതായിരിക്കും. സോ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ ഒരാൾക്ക് ഒരു ടൈമിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് ട്രോമാറ്റിക് ആൻഡ് പാത്തോളജിക് ഫ്രാക്ചർ. പാത്തോളജിക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് പേഷ്യൻറ്റിന് ഫ്രാക്ചർ വന്നതായിരിക്കും. ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ആൾക്ക് ഫ്രാക്ചർ വന്നിട്ടുണ്ടാവുക. ട്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവൻറ്റ് കാരണം, ഒരു ആക്സിഡൻറ്റോ ഫോളോ അങ്ങനെ എന്തെങ്കിലും കാരണമായിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു ട്രോമാറ്റിക് ഫ്രാക്ചറും പാത്തോളജിക് ഫ്രാക്ചറും, ഇപ്പോൾ ഒരാൾ വീണ് അല്ലെങ്കിൽ ഒരാളുടെ ബോൺ ബ്രേക്കായി ഫ്രാക്ചറായി, ബട്ട് അത് എന്താണ് ഒരേ ടൈമിൽ നമുക്ക് പാത്തോളജിക്കാണെന്നും ട്രോമാറ്റിക് ആണെന്നും പറയാൻ പറ്റില്ല. എയ്തർ വൺ ഓഫ് ദാറ്റ് ആയിരിക്കും, അതായത് എയ്തർ മെഡിക്കൽ കണ്ടീഷൻ ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫോള് കാരണമായിരിക്കും. ഓക്കെ, ട്രോമാറ്റിക് ആയിരിക്കും. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് എന്ന് പറയുന്നത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് എക്സ്ക്ലൂഡ് വണ്ണിൽ പറയുന്നത്. ഓക്കെ, ബോത്ത് ഓഫ് ദീസ് കണ്ടീഷൻസ് ക്യാനോട്ട് കോഎക്സിസ്റ്റ് ടുഗെദർ ആണ്. ഇനി അതല്ലാത്ത സിറ്റുവേഷൻസിൽ ഇനി അൺറിലേറ്റഡ് ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ
നമുക്ക് കോഡ് ചെയ്യാം. അതായത് ഇപ്പോൾ പറയുകയാണ് ഓൾറെഡി പെത്തോളജി കണ്ടീഷൻ ഫ്രാക്ചർ ഉള്ള പേഷ്യൻ്റാണ്, ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷൻ ഉള്ള പേഷ്യൻ്റാണ്. പക്ഷേ ഇപ്പോൾ ഫ്രാക്ചർ വന്നത് ആൾ ഫോളായിട്ടാണ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിലാണ് എന്നൊക്കെ ഡോക്യുമെൻറ്റിൽ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്കത് രണ്ടും കോഡ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. So I am conducting a CPC preparation class, completely online classes ആണ്, 15 days ആണ് വരുന്നത്. Individual classes ആണ് and timing at your comfort time ആണ്. So if you are interested, for more details എന്നെ കോൺടാക്ട് ചെയ്യുക. either എനിക്ക് മെയിൽ ചെയ്യാം medcoder0907@gmail.com അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ മെഡിക്കൽ കോഡർ സർട്ടിഫൈഡിൽ DM ചെയ്യാം. So thank you for watching. Hope the video is helpful. If you feel the video is helpful, please do like, share and comment. Thank you.